കാനഡയിലുള്ള എൻ്റെ വീട് കണ്ടാലോ? കമോൺ. കാനഡയിൽ ഒട്ടോവ എന്ന് പറയുന്ന പ്രൊവിൻസിലാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങളുടെ സ്ട്രീറ്റിൻ്റെ പേരാണ് വിത്രോ അവന്യൂ. അപ്പം ലാസ്റ്റ് സെപ്റ്റംബറിലാണ് നമ്മൾ ഈ വീട് എടുത്തത്. കാര്യം ഞങ്ങൾക്ക് ആ സമയത്ത് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് കോളേജിൻ്റെ അടുത്ത് തന്നെ വീട് വേണമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഓരോ വീടുകൾക്കും നമ്പേഴ്സ് ഉള്ളത്. അപ്പം ഞങ്ങളുടെ അഡ്രസ്സ് 195 വിത്രോ അവന്യൂ. വീടിൻ്റെ നമ്പർ വെച്ചിട്ടാണ് അഡ്രസ്സ് വരുന്നത്. ഇതാണ് വീടെങ്കിലും ഞങ്ങൾ ബേസ്മെൻറ്റിലാണ് താമസിക്കുന്നത്. ഈ നേരെ കാണുന്നത് നമ്മുടെ കാറൊന്നും അല്ല, നമ്മൾ അത്രയ്ക്ക് റിച്ച് ഒന്നുമല്ല. ഇതിൻ്റെ സൈഡിൽ കൂടാണ് നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഏരിയയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഡോറ് വരുന്നത്. പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ ഉള്ളത്. ഓരോ വീക്കിലും വന്ന് ഓരോ വണ്ടികൾ വന്ന് വേസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ട് പോകലാണ് പരിപാടി. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെയല്ല. ഇതാണ് ഞങ്ങളുടെ അകത്തേക്ക് കയറാനായിട്ടുള്ള ഡോറ്. സമ്മർ ടൈമിലാണ് കോർട്ട്യാർഡ് കാണാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഭംഗി. കാര്യം വിൻ്റർ ടൈമിൽ നമുക്കങ്ങനെ ഇറങ്ങി കാണാനുള്ള കരുത്തൊന്നുമില്ല. ഫുൾ ടൈം മരച്ച് എങ്ങനെയെങ്കിലും അകത്ത് കയറിയാൽ മതി എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും. ഇതിനു മുമ്പ് ഇവിടെ നിറച്ചും പൂക്കളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഓണർ വന്നിട്ട് ഇവിടെ ലോ ഉണ്ടായിരുന്നു, എല്ലാ ഇതും ക്ലിയർ ചെയ്യണമെന്ന്, പൂക്കളും അതും ഇതുമെല്ലാം ഫ്രണ്ടിലുള്ളതെല്ലാം കളയണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഓണർ വന്നിട്ട് ഇത് ഫുള്ള് കളഞ്ഞു. അതിനു മുമ്പ് ഇവിടെ ഫുള്ളും നല്ല രീതിക്ക് വയലറ്റ് കളറുള്ള പൂക്കളും അതും ഇതുമൊക്കെ ആയിരുന്നു. വീടിൻ്റെ പുറകിൽ വേറൊരു വീട് പോലെ, അതെന്തോ മെഷീൻസും ഇതൊക്കെ കട്ട് ചെയ്ത് കളയാനുള്ള ടൂൾസും സാമാനവും ഓണേഴ്സിൻ്റെ എന്തൊക്കെയൊക്കെയോ സാമാനങ്ങളാണ് അവിടെ ഉള്ളത്. ഞാനും ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്കിനാണ് ആദ്യമായിട്ട് അങ്ങോട്ടേക്ക് കുറച്ചും കൂടെ ഇത്ര അടുത്തേക്കായിട്ട് ഞാൻ നടന്നു പോകുന്നത്. കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. കാനഡ ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത് സമ്മർ ടൈം ആകുമ്പോഴത്തേക്കിനാണ്. കുറച്ച് ഫോൾ ആകുമ്പോഴത്തേക്കിനും ഒന്നുകൂടെ ഭംഗിയായിരിക്കും, ഭയങ്കര രസമായിരിക്കും. ഈ ഇലകളൊക്കെ മൊത്തം ചുമപ്പും മഞ്ഞയൊക്കെ ആയിരിക്കും. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശം. ഞങ്ങളുടെ വീടിന്ന് 100 വട്ടം പറയുന്നുണ്ടെങ്കിലും ആ പൊക്കത്തായിട്ട് ഞങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ബന്ധം. ഞങ്ങൾക്ക് ആ താഴെ കാണുന്ന ജനൽ കണ്ടോ, അതുവഴിയാണ് നമുക്കുള്ള വ്യൂ മൊത്തം. നമുക്ക് അതുവഴിയേ പറ്റുള്ളൂ. നമ്മൾ ഫുള്ള് താഴെയാണ്. നമുക്ക് ഹാളും കിച്ചണും വാഷ്റൂമും എല്ലാം ഫുള്ള് നമുക്ക് മേളിലുള്ള ആൾക്കാരായിട്ട് നമുക്ക് യാതൊരു രീതിയിലുള്ള കണക്ഷനും. അങ്ങനെ അവിടെ നിന്ന് നേരെ തിരിച്ച് നടന്ന് കയറി സൈഡിൽ കുറേ സൈക്കിളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ആരുടെയാണെന്ന് പോലെ അറിയത്തില്ല. ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഈ സംഭവം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ഒരു റോഡ്. അത് ഫോൾ ആകുമ്പോൾ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. പിന്നെ ഇവിടുന്ന് നേരെ കയറി ഇതൊക്കെ ഞങ്ങളുടെ ഓരോരോ കലാപരിപാടികളാണ്. ക്രിസ്മസ്, പിന്നെ ഈ ബിവേർന്ന് എഴുതിയിരിക്കുന്നത് ഹലോവിൻ്റെ, അത് ഓരോരുത്തരുടെ പരിപാടി. നമ്മൾ അറിഞ്ഞില്ല വീട്ടിലുള്ളവരെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ആദ്യം കണ്ടപ്പോൾ ഇത് ആരാ ഒട്ടിച്ച് അങ്ങനെ ഒരു ഇതായിരുന്നു. നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ഷൂറാക്ക് മൊത്തം മെസ്സിയായിട്ടാണ് കിടക്കുന്നത്. ക്ലീനാക്കാനൊന്നും സത്യം പറഞ്ഞാൽ ആർക്കും കൂടെ സമയമില്ല. എല്ലാവരും രാവിലെ പോവും വരും. പിന്നെ നേരെ സ്റ്റെയർ ഇറങ്ങിയിട്ട് നേരെ കാണുന്നതാണ് എൻ്റെ ബെഡ്റൂം. കഥ തുറന്ന് കിടക്കുവാണെങ്കിൽ വരുന്നവർക്ക് മൊത്തം ഞാൻ അവിടെ ഇരിക്കുന്നതായിരിക്കും കാണുന്നത്. എൻ്റെ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബെഡ്റൂം കിച്ചണിൻ്റെ തൊട്ടടുത്താണ്. അതുകൊണ്ട് കിച്ചണിൽ നടക്കുന്ന എല്ലാ കലാപരിപാടികളും വിശേഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ എല്ലാ വിവരങ്ങളും എനിക്കും ചേച്ചിക്കും മുറിയിലിരുന്ന് കേൾക്കാം. രാത്രിയാകുമ്പോഴത്തേനും ഒച്ച വെക്കുന്നതാണ് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. പക്ഷേ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒതുങ്ങിക്കോളും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇവിടെ നിന്നുള്ളൊരൊറ്റ വ്യൂ മാത്രമേ ബാക്ക്യാർഡിലോട്ടുള്ളൂ. കിച്ചൺ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിലും അതത്ര വൃത്തിയല്ലാത്തതുകൊണ്ട് കാണിക്കുന്നില്ല. 8 പേരുണ്ടല്ലോ, ആരെയും പറയാനും പറ്റില്ല. എല്ലാവരുടെ സാധനങ്ങളൊക്കെ ഈ അടുക്കളയ്ക്കകത്ത് ഫിറ്റ് ചെയ്യണ്ടേ. പിന്നെ കുറേ ബെല്ലൊക്കെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് ഇവിടെ നമ്മുടെ മാഗ്നറ്റാണ്, ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അതെൻ്റെ ഫോണിൻ്റെ ഒരു സംഭവമായിരുന്നു ബാക്കിലുള്ള. അത് പറഞ്ഞു വന്നപ്പോഴത്തേന് ഞാനെടുത്ത് ഫ്രിഡ്ജിലോട്ട് അങ്ങ് ഒട്ടിച്ച്. പിന്നെ ഈ കലണ്ടർ പോലെ ഇരിക്കുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാനഡയിൽ വേസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, വീക്ക്ലി ഏതൊക്കെ വേസ്റ്റ് വെക്കണം എന്ന് ആ കലണ്ടറിൽ കാണിക്കും. അത് പ്രകാരമാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ ഫ്രിഡ്ജിനകത്ത് 8 പേർക്കും അതിൽ 2 പേർക്ക് വെച്ചിട്ട് ഓരോരോ റാക്കുകളുണ്ട്. അങ്ങനെ അസോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ കബോർഡ് കാണിക്കാം. ഇതിൽ 3 കബോർഡുണ്ട്. ഞങ്ങൾ നേരത്തെ 4 പേരും ഒന്നിച്ചായിരുന്നു കുക്കിങ്. അപ്പോൾ എല്ലാവരുടെ സാധനങ്ങളൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത്. പൊടികളും കുറേ മാവും എന്തിനാണോ മേടിച്ച് വെച്ചിരിക്കുന്നത് ഒരു പിടുത്തമില്ല. പൊടികളൊക്കെ മാത്രമേ കൂടുതലും യൂസിങ് പോയിട്ടുള്ളൂ. ആവേശം കയറിയിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, ഒന്നും ഉണ്ടാക്കാറില്ല. പിന്നെ അവിടെ നിന്ന് നേരെ ചെല്ലുമ്പോഴത്തേക്കിന് ഇനി എൻ്റെ മുറി കാണാം. ദിസ് ഈസ് മൈ റൂം. റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആരോ തൂക്കിയിട്ട് എന്തോ സാധനമുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ബെഡ്, വൈറ്റ് അതിൽ പാവയിരിക്കുന്നത്. അപ്പുറത്തെ ബെഡാണ് ചേച്ചിയുടെ ബെഡ്. പിന്നെ കയറി വരുമ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ വിൻ്ററിൻ്റെ സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടും വിൻ്റർ ജാക്കറ്റ്സും അതൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഹാങ്ങർ വെച്ചിട്ടുണ്ട്. ഇപ്പം അവിടെ തോർത്തും അല്ലാത്ത ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കിങ്ങനെ ബട്ടർഫ്ലൈ പോലെ മാത്രമായിരുന്നു കിട്ടിയിരുന്നത്. പിന്നെ അതിനകത്തൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെ ഡിസൈൻ ചെയ്ത്. പിന്നെ ആ ഫ്രെയിംസ് ഞാൻ വന്നപ്പോൾ മേടിച്ച് വെച്ചത്. അതിനകത്ത് ഇതുവരെ ഫോട്ടോ ഇടാനുള്ള സമയം പോലും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഇതെൻ്റെ ബെഡ്.
ഇത് ചേച്ചിയുടെ സൈഡിൽ ചേച്ചിയുടെ ഐഡിയാസ് വെച്ച് ചേച്ചി ഡെക്കറേറ്റ് ചെയ്ത സാധനം. പിന്നെ ഇതെന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. പിന്നെ ഞങ്ങളുടെ ബെഡിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കണക്ഷൻ, അതായത് ഈ ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കണം. ഇതിനെല്ലാത്തിനും കൂടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലഗൊക്കെ അങ്ങ് അടിയിലാണ്. ബെഡിൻ്റെ ഒക്കെ നമ്മൾ ഇങ്ങനെ നിലത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. കട്ടിലാണെങ്കിൽ പ്ലഗൊക്കെ അങ്ങ് അടിയിൽ എന്ത് കാണാൻ അങ്ങനെ കൊണ്ട് വെച്ചിരിക്കുന്നത് അറിയത്തില്ല. അതുകൊണ്ട് എല്ലാത്തിനും കൂടെ ഒരു കുഞ്ഞി ടേബിളും പിന്നെ സ്നാക്സും ലെറ്ററും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു ടേബിൾ. പിന്നെ ഇവിടോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ടേബിൾ, ചേച്ചിയുടെ സാധനങ്ങളൊക്കെ വെക്കുന്നത്. എൻ്റെ സാധനങ്ങളും ഉണ്ട്, ആ ഹെഡ്സെറ്റൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന എൻ്റെയാണ്. പിന്നെ ഇത് ഞങ്ങളുടെ കബോർഡ്, അതും ആ താഴെ ഇരിക്കുന്നതും ചേച്ചിയുടെ സാധനങ്ങൾ വെക്കുന്നത്. ബാക്കി മൂന്നുള്ള ഇതും എൻ്റെ സാധനങ്ങൾ വെക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതാണ് മെയിൻ വാൾഡ്രോബ്, നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ മേക്കപ്പ് സാധനങ്ങളൊന്നും വെക്കാൻ ഇടയില്ലാത്തതുകൊണ്ട് ചേച്ചിയുടെ ഐഡിയ പ്രകാരം ഞങ്ങളൊരു വേറൊരു കബോർഡോടെ മേടിച്ചു. സൈഡിൽ ഫുൾ ചേച്ചിയുടെ, അപ്പുറത്ത് ഫുൾ എൻ്റെ കുറേ മേക്കപ്പ് സാധനങ്ങളും പെർഫ്യൂമും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ഫുള്ള് എൻ്റെ ഡ്രസ്സും ജീൻസും ടോപ്പും എല്ലാ സാധനങ്ങളും തുണി അലക്കാനിടാനുള്ള സാധനങ്ങളും ആ സൈഡിൽ. ഇപ്പുറത്തെ സൈഡ് ഫുള്ള് ചേച്ചിയുടെ സാധനങ്ങളോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ഒരു ഓവറോൾ ലുക്ക്. പിന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇങ്ങനെയാണ് ഇരിക്കുന്നതാണ്. ആ റിമോട്ടിൽ നമുക്ക് പല മോഡുകളിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ചുമ്മാ കിടന്ന് മിന്നുന്ന പോലെയും. പക്ഷെ ഞാൻ കൂടുതൽ സമയം സ്റ്റേബിൾ ആക്കി ഇടാറാണ് പതിവ്, അല്ലെങ്കിൽ കണ്ണടിച്ച് പോകും. പിന്നെ ഇത് ഞാൻ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാനുള്ള ഇതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഈ ബുക്ക് ഞാനൊരു ഫൈനാൻഷ്യൽ പ്ലാനർ എന്നുള്ള രീതി വെച്ചിരിക്കുന്നതാണ്, സേവിങ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ബുക്ക് കാണാൻ നല്ല രസമാണ്. ഇതിനകത്ത് നമുക്ക് ഗെയിം കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇത് ഞാൻ നോക്കി വെച്ചിരിക്കുമായിരുന്നു, പൈസ കിട്ടിയപ്പോൾ ഞാൻ പോയി വാങ്ങിച്ചു. പിന്നെ പുറകിൽ കടങ്ങളുടെ കാര്യങ്ങൾ, കടങ്ങളുടെ പേജാണ് കൂടുതലും ഉള്ളത്. ഇതൊക്കെ ഇനി എന്ന് കൊടുത്ത് തീർക്കുമെന്ന് എനിക്ക് യാതൊരു പിടുത്തവും ഇല്ല. പിന്നെ അവിടുന്ന് നേരെ ഡോറ് തുറന്ന് ഇറങ്ങിയാൽ സ്റ്റെയർ, അവിടുന്ന് പിന്നെ നേരെ കുറച്ച് നടക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ലോണ്ട്രിയുടെ സ്ഥലങ്ങൾ. അതായത് നമുക്ക് കാനഡയിൽ എങ്ങനെയാണ് തുണി ഉണക്കുന്നതെന്ന് മിക്കവർക്കും ഉള്ളൊരു സംശയമാണ്. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ നമ്മളെങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ചിന്തിക്കുന്നത് എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നതെന്ന്. അപ്പം അതിനുള്ള ലോണ്ട്രി റൂം, ഇത് ഫർണസ് റൂമൊക്കെയാണ്. നമുക്കിങ്ങനെ കിട്ടുന്ന എന്തൊക്കെയൊക്കെയോ സംഭവങ്ങളുള്ള അതിനകത്തോട്ട്. പിന്നെ നമ്മൾ പെട്ടിയൊക്കെ അപ്പോഴും നമ്മൾ മലയാളീസ് എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതാണ് ഡ്രയർ. നമ്മൾ തുണി അലക്കി കഴിഞ്ഞ് നേരെ ഇതിനകത്തിട്ട് കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചർ ഓണാക്കിയിട്ട് അതിനകത്ത് തുണി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നമ്മൾ വെയിലത്തിട്ട് ഉണക്കുന്നതിനെക്കാട്ടിലും പൊളിയായിട്ട് നമുക്ക് ഉണക്കി കിട്ടും. പിന്നെ നേരെ ചെല്ലുമ്പോഴത്തേക്കിന് വാഷ്റൂം. ഇപ്പം നല്ല വൃത്തിയായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. സാധാരണ ഇതുപോലൊന്നും അല്ല കിടക്കുന്നത്. പിന്നെ നിന്ന് കുളിക്കാനായിട്ടുള്ള ബാത്ത്. പിന്നെ ഈ ഡോർ ഇങ്ങനെ അടയ്ക്കുമ്പോൾ നമുക്ക് വലിയൊരു ഷെൽഫുണ്ട്. ഈ ഷെൽഫ് ഞങ്ങളുടെ റൂമിലുണ്ടായിരുന്ന എന്തോരം സാധനങ്ങൾ വെക്കാറുണ്ട്. ഇത് ചുമ്മാ ഒന്നുമില്ല. അവിടുന്ന് പിന്നെ നേരെ ഇറങ്ങുമ്പോഴത്തേക്കിന് സൈഡിലൊരു ചെറിയ കബോർഡ് പോലുണ്ട്. അതിനകത്ത് മൊത്തം എൻ്റെ സാധനങ്ങളാണ് കൂടുതലും. പിന്നെ അവരുടെ പെട്ടിയും സാധനങ്ങളും എല്ലാം ഉണ്ട്. ഇതൊന്നും എൻ്റെ മുറിക്കകത്ത് വെക്കാൻ ഇടയില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നു. പിന്നെ ഇതൊരു റൂമാണ്, ഇവിടെ 2 പേരുണ്ട്. പിന്നെ നേരെ കാണുന്നതാണ് ഹാളാണെന്നൊക്കെ പറയുമെങ്കിലും ചുമ്മാ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ട് നമുക്കിങ്ങനെ സെറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓർത്ത് ഇപ്പോൾ കുറേ ജിമ്മിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കുറേ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ആ ഹാളിൻ്റെ അടുത്ത് തന്നെ വേറെ 2 മുറികളുണ്ട്. ഇവിടെ 2 പേരുണ്ട്, അപ്പുറത്തും ഉണ്ട്. പിന്നെ ആ നേരെ കാണുന്നതാണ് ഹാഫ് ബാത്റൂം. ഇവിടെ ഒരു ഫുൾ ബാത്റൂമും ഹാഫ് ബാത്റൂമും ഉള്ളത്. ഹാഫ് എന്ന് ഉദ്ദേശിക്കുന്ന ഷവർ ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്, അങ്ങനത്തെ സെറ്റപ്പ്. അപ്പം ഇതാണ് എൻ്റെ കാനഡയിലുള്ള എൻ്റെ വീട്. 25,000 രൂപ കൊടുത്ത്, 25,000 $399.5 കൊടുത്ത് ഞാൻ നിൽക്കുന്ന എൻ്റെ വീട്.